പാടില്ലെന്ന ആവശ്യം അതിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ പോലും DMEയിൽ നിന്നുണ്ടാകുന്ന ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്ന അനീതി എന്ന് പറയുന്നത് സ്വതന്ത്ര ഫിസിയോതെറാപ്പി കൗൺസിൽ അംഗീകരിക്കുവാൻ ഇതുവരെയും DME തയ്യാറായിട്ടില്ല. കാരണം IMA എന്ന മെഡിക്കൽ ഡോക്ടർമാരുടെ സംഘടനയുടെ അതിശക്തമായ ഇടപെടലാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന DME തന്നെ ഈ വിഷയത്തിൽ അനുകൂലമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിന് കാരണം. IMA എന്ന സംഘടന കാലാകാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയമാണ് ആരോഗ്യരംഗത്തിന്റെ മുഴുവൻ കുത്തക അവർ കീഴടക്കുക എന്നുള്ളത്. ആരോഗ്യരംഗം IMAയുടെ കീഴിൽ മാത്രം ഒതുക്കപ്പെടേണ്ട ഒന്നാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉന്നയിക്കുന്ന ആവശ്യം അന്യായമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന IMA മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഫിസിയോതെറാപ്പിസ്റ്റുകൾ സ്വതന്ത്ര പ്രാക്ടീഷണർമാരാണ് എന്നുള്ള വസ്തുതയാണ്. US-ൽ, UK-ൽ, ഓസ്ട്രേലിയയിൽ, ന്യൂസിലൻഡിൽ എല്ലാം സ്വതന്ത്രമായി ഫിസിയോതെറാപ്പിസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതിന്റെ ഗുണം രോഗികൾക്ക് അവിടെ ലഭിക്കുന്നു. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ സ്വതന്ത്ര ഫിസിയോതെറാപ്പി കൗൺസിലുകൾ നിലവിലുണ്ട്. മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്വതന്ത്ര